അപ്പോൾ നമ്മൾ സൂവിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. അവൻ ഇവരായിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗാർഡനൊന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് തന്നെ സൂവിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ കയറിയത്. കാരണം അടക്കാൻ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് കയറുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് തരം ചെടികളുണ്ട് കേട്ടോ. പീസ് ലില്ലിയൊക്കെ നല്ല പോലെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫിലോഡൻഡ്രനും ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇനി ഗാർഡൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്തായിട്ട് ഇഷ്ടംപോലെ ചെടികളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനും അങ്ങനെയൊക്കെ പറ്റിയ ഓരോ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ സൂവിൻ്റെ ഉള്ളിലൂടെ നടന്ന് നടന്ന് ആകെ തളർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ആയിട്ട് വലിയൊരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല പല വെറൈറ്റി ചെടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നല്ല പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. സൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 6:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലിയർ കുറവാണ്. എന്നാലും ഉള്ളതുപോലെ എല്ലാവരും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു പുരാതനമായിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. നമ്മളത് കാണാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ചുറ്റും നല്ല പോലെ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ.
അപ്പം നമ്മൾ സൂ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 6 മണിക്കാണ് നമുക്ക് ട്രെയിൻ വരുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. രാത്രി 7:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ വരെ നമ്മൾ ഇവിടെ തന്നെയാണ് നിന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ പുറത്തൊക്കെ. അപ്പോൾ ഇപ്പോൾ സമയം 4:30 മണിയാട്ടോ. ഈ സമയത്തൊക്കെ നല്ല മഴയാണ്. ഇപ്പോൾ ഒരുപാട് യാത്രക്കാർ ഇതുപോലെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വെറുതെ എല്ലായിടത്തും ഒന്ന് നടന്ന് കണ്ടിരുന്നു. നമ്മൾ 2 ദിവസം കേട്ടോ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. 3-ാമത്തെ ദിവസം തിരിച്ചു പോരുകയാണ്. അപ്പോൾ പോരുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം കണ്ടാലും മതി തീരാത്തത്രത്തോളം കാഴ്ചകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരുവിധമൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. അപ്പോൾ ഇനിയും ഇൻഷാ അള്ളാ പോകാൻ ഭാഗ്യമുണ്ടെങ്കിൽ പോകണം. അപ്പോൾ രാവിലെ ആവാനായിട്ടോ. നമ്മൾ ട്രെയിന് വരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ട്രെയിനിനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഇതാട്ടോ നമ്മളെ ട്രെയിന്. അപ്പോൾ ഞങ്ങൾ സീറ്റൊക്കെ സെറ്റാക്കി ഞങ്ങൾ കയറിയിരുന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നതാട്ടോ ഇത്. ഇതിൽ പച്ചക്കറിയുടെ വിത്തുകളാണ്. 10 ഐറ്റം പച്ചക്കറിയുടെ വിത്തുകളുണ്ട് കേട്ടോ. വയനാട്ടിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ ഓരോരോ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി ഞാൻ. നമുക്ക് ചെടികളെ പച്ചക്കറികളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് തന്നെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴ ആയിരുന്നു കേട്ടോ പുറത്ത്. സത്യം പറഞ്ഞാൽ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു അടിപൊളി ഫീലിംഗ് ആട്ടോ. ഇത് കണ്ടോ, ഒരുപാട് സ്ഥലത്തായിട്ട് ഇങ്ങനെ പാടായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഒരു 3 മണിയായപ്പോഴാട്ടോ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് ഓട്ടോയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിൻ്റെ ബ്രദർ നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പാലക്കാട് നിന്നും എവിടേക്കും പോവാത്ത ഒരാളാണ് ഞാൻ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതിലേറെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയില്ല. അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ അതിൻ്റേതായിട്ടൊരു ഫീലിംഗ് വേറെ തന്നെയാണ്. എന്തായാലും അടിപൊളി യാത്ര ആയിരുന്നു. കുറച്ച് ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊക്കെ മാറിക്കിട്ടി. കുഴപ്പമില്ല. ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
ഇനി നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കും ചെയ്യണേ. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ.